മാർക്കോ എന്ന സിനിമയും കഥാപാത്രവും ഇപ്പോൾ വളരെ ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? പോയ വർഷം ഇറങ്ങിയ സിനിമകളിലേക്ക് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം വ്യത്യസ്തമായിട്ടുള്ള നല്ല ഡെപ്തുള്ള ഒരു കഥാപാത്രമായിരിക്കും ഈ മാർക്കോ എന്ന് പറയുന്നത്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കണം മിഖായേൽ എന്ന സിനിമ കണ്ടപ്പോൾ നമ്മൾ കൂടുതൽ ആളുകൾക്കും ആ ഒരു വില്ലനോട് ഒരു താല്പര്യം തോന്നിയതും ഇപ്പോൾ ഒരു സ്റ്റാൻഡ് അലോൺ സിനിമ എടുത്തത്. ഇന്ന് ഈ ഒരു വീഡിയോയിൽ മാർക്കോയുടെ ഒരു ഡീറ്റെയിൽഡ് ക്യാരക്ടർ അനാലിസിസ് ആണ്. ഇവിടെ മാർക്കോയുടെ ചെറുപ്പകാലം, മാർക്കോയുടെ പെരുമാറ്റം എന്തുകൊണ്ട് അങ്ങനെയായി എന്നെല്ലാം വിഷയത്തെക്കുറിച്ചായിരിക്കും നമ്മളൊന്ന് നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ മാർക്കോയുടെ ബിഹേവിയറിനെ കുറിച്ചും കൂടെ, ആ ബിഹേവിയറിൻ്റെ പ്രത്യേകതയെക്കുറിച്ചും കൂടെയൊക്കെ നമുക്ക് ഇന്നൊന്ന് നോക്കാം. ഇപ്പോൾ ഒരു സിനിമയെക്കുറിച്ചാണെങ്കിലും കഥാപാത്രത്തെക്കുറിച്ചാണെങ്കിലും അതിലുമുള്ള അറിവ് ഇഷ്ടപ്പെടുന്നവരാണ് നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും. അതുപോലെ തന്നെ വ്യക്തി ജീവിതത്തിൽ സാമ്പത്തികപരമായ വളർച്ച ആഗ്രഹിക്കുന്നവരുമാണ്. ഇപ്പോൾ പ്രതിമാസം 2000 രൂപ പോലൊരു തുക നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി മാറ്റിവെക്കാൻ കഴിയുന്നവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്സിസ് മാക്സ് ലൈഫ് പുതിയൊരു അവസരം ഒരുക്കിയിട്ടുണ്ട്. ഇവരുടെ പുതിയ NFO ആയ ആക്സിസ് മാക്സ് ലൈഫ് സസ്റ്റൈനബിൾ വെൽത്ത് 50 ഇൻഡെക്സ് ഫണ്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. ജനുവരി 16 വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. ലിങ്കും കാര്യങ്ങളുമെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇവിടെ ആക്സിസ് മാക്സ് ലൈഫ് നമ്മുടെ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് സെഗ്മെൻറ്റുകളിലെ കമ്പനികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന 50 കമ്പനികളിലായിരിക്കും, അതും ഒരു ഫണ്ട് മാനേജർ ഇല്ലാതെ. അതുകൊണ്ട് തന്നെ മാനുഷികമായിട്ടുള്ള തെറ്റുകൾ, പക്ഷാഭേദങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഈ ഇൻഡെക്സിൻ്റെ മുൻകാല റിട്ടേൺസ് നോക്കിയാൽ കഴിഞ്ഞ 5-10 വർഷങ്ങളിലായിട്ട് പ്രതിവർഷം ശരാശരി 37%, 25.2% റിട്ടേൺസാണ് നൽകിയിട്ടുള്ളത്. ഇത്രയും വലിയ റിട്ടേൺ നൽകിയ ഈ ഇൻഡെക്സിനെ അതേപോലെ റെപ്ലിക്കേറ്റ് ചെയ്താണ് ഈ പുതിയ നിക്ഷേപവും വന്നിരിക്കുന്നത്. ഇപ്പോൾ 2014 നിങ്ങൾ ഈ ഒരു ഇൻഡെക്സിൽ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ 10 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അത് 9.5 ലക്ഷം രൂപയാണ്. പിന്നെ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് NAV എന്ന് പറയുന്നത് വെറും 10 രൂപയാണ്. അതുപോലെ പ്രതിമാസം അടയ്ക്കുന്ന തുകയുടെ 120 മടങ്ങ് ലൈഫ് കവറും ഉണ്ടാകുന്നതാണ്. ഇത് NRI സുഹൃത്തുക്കൾക്കും നല്ലൊരു അവസരമാണ് കേട്ടോ. പ്രതിമാസം 18,000 രൂപ മാറ്റിവെക്കാൻ കഴിഞ്ഞാൽ 3 കോടി വരെ റിട്ടേൺ കിട്ടാനുള്ള സാധ്യത കമ്പനി പറയുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് മറക്കണ്ട, ജനുവരി 16 വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. ലിങ്കും കാര്യങ്ങളുമെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് കയറി നോക്കുക, വായിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇനി നമുക്ക് സമയം കളയാതെ മാർക്കോയെക്കുറിച്ചും മാർക്കോയുടെ ലോകത്തെക്കുറിച്ചും ഒന്ന് നോക്കാം. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലിസ്കോപ്പിലേക്ക് സ്വാഗതം. ഏതൊരു കഥാപാത്രം അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയും നമ്മുടെ മുന്നിലൊരു പ്രത്യേക രീതിക്ക് പെരുമാറുമ്പോൾ നമ്മൾ ചിന്തിച്ചു, ഇവൻ എന്താ ഇങ്ങനെ കാണിക്കുന്നത്, ഇവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അതിന് മുമ്പായിട്ട് മാർക്കോയുടെ ഒരു ബേസിക് നേച്ചറാണ് നമുക്കൊന്ന് പറയാം. ഇയാൾക്ക് തന്നെ പുച്ഛിക്കുന്നവരാണ് ആ കുടുംബത്തിൽ കൂടുതലെങ്കിലും ആ കുടുംബത്തിനോടൊരു വല്ലാത്ത താല്പര്യവും സ്നേഹവും ആണുള്ളത്. അതുമാത്രമല്ല, ആ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാൽ നമുക്കറിയാം എന്തെല്ലാം അയാൾ കാണിച്ചിരുന്നു. പിന്നെ അത് മാത്രമല്ല, അയാൾക്ക് സ്വന്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് എല്ലാ കാര്യങ്ങൾക്കും. ഇനിയിപ്പോൾ ആരെന്ത് വന്ന് പറഞ്ഞാലും ആ രീതിക്ക് അയാൾ ജീവിക്കത്തുള്ളൂ. അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളിലും കാര്യങ്ങളിലും ഒന്നും ഇൻവോൾവ് ചെയ്യാറില്ല. മാർക്കോ എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അറിയണമെങ്കിൽ നമുക്ക് അയാളുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഈ കുട്ടിക്കാലം എനിക്ക് എവിടെ നിന്ന് കിട്ടി, അത് ഞാൻ കൈ നിട്ടാണോ? ഒരിക്കലുമല്ല. ഈ സിനിമയുടെ ടൈറ്റിൽ സീക്വൻസിൽ മാർക്കോയുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് കാണിക്കുന്നുണ്ട്. സിനിമ കാണാത്തവരാരെങ്കിലും ഇപ്പോൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് കാണരുത്. കാരണം ഞാൻ ആ സിനിമയെക്കുറിച്ചല്ല, ഈ കഥാപാത്രത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ പോലും ചിലപ്പോൾ ചില സ്പോയിലേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ സ്പോയിലർ വന്നില്ലെങ്കിൽ പോലും ആ ഒരു സിനിമ കാണുമ്പോൾ കിട്ടുന്ന ഒരു എഫക്റ്റ് കിട്ടിയെന്ന് വരത്തില്ല. കാരണം അത്രയും എഫേർട്ട് ഇട്ടാണ് അതിലുള്ള എല്ലാ ആളുകളും ആ സിനിമ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് തിയേറ്ററിൽ തന്നെ പോയി കാണുക. സിനിമ കാണാത്തവരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് ഒന്ന് തൽക്കാലത്തേക്കൊന്ന് നിർത്തി വയ്ക്കരുത്. സിനിമ കണ്ടതിന് ശേഷം ബാക്കിയൊന്ന് കാണുക. ഓക്കെ, ഞാൻ ഈ ഒരു സിനിമയെക്കുറിച്ചൊന്നും പറയുന്നില്ല, ഞാൻ ഈ ഒരു ക്യാരക്ടറിൻ്റെ നറേറ്റീവിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ പറയുന്നുള്ളൂ. അപ്പോൾ ടൈറ്റിൽ സീക്വൻസിൽ ഒരു വീട്ടിൽ ഒരു കാർട്ടൂൺ രീതിക്കാണ് കാണിക്കുന്നത്. ഒരു വീട്ടിൽ ഒരു അമ്മയും മകനെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അത് മാർക്കോയും മാർക്കോയുടെ അമ്മയുമാണ്. പിന്നെ എന്തോ ഒരു കാരണത്തിൽ അവരൊരു യാത്ര തിരിക്കുന്നു. ആ ഒരു യാത്രയ്ക്ക് കാരണമായത് ഈ അഡാൾട്ട് ഫാമിലിയിലുള്ള ഒരാൾ തന്നെയാണെന്ന് നമുക്ക് ആ ഒരു ടൈറ്റിൽ സീക്വൻസ് ഒന്ന് മനസ്സിലാവും. പിന്നെ ഒരു ആക്രമണം ഉണ്ടായി. മാർക്കോയുടെ മുന്നിൽ വെച്ച് മാർക്കോയുടെ അമ്മയും കൂടെ ഉണ്ടായിരുന്ന ആളും മരണപ്പെടുന്നുണ്ട്. കാരണം നമുക്ക് പിന്നെ അതിൽ കാണാൻ പറ്റുന്നത് രക്തത്തിൽ കുളിച്ചിരിക്കുന്ന മാർക്കോയാണ്, ചെറുപ്പക്കാരനായിട്ടുള്ള മാർക്കോയാണ്. അപ്പം ഇതിത്രയും നമുക്ക് ആ ഒരു ടൈറ്റിൽ സീക്വൻസ് എന്ന് മനസ്സിലാവും. ഇപ്പം നമ്മളിപ്പോൾ ഇത് പറയാൻ കാരണം ഈ ഒരു ക്യാരക്ടറിൻ്റെ അനാലിസിസിന് ആവശ്യമായതുകൊണ്ട് മാത്രമാണ്. നമ്മൾ ഒരുപാട് പേര് ഇത് കേട്ടിട്ടുണ്ടാവും. എന്തെന്ന് വെച്ചാൽ നമ്മൾ വളരെ ചെറുപ്പമായിരിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഓരോ അനുഭവങ്ങൾ,
അത് നമ്മുടെ ലൈഫിൽ ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യും അല്ലേ. ചില അനുഭവങ്ങൾ ട്രോമയായിട്ട് നമുക്ക് കിടക്കും. ആ ചില അനുഭവങ്ങളിൽ ചില വ്യക്തികളിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരും. അത് പ്രോപ്പറായിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്തില്ല എങ്കിൽ ചിലർക്ക് അത് ബുദ്ധിമുട്ടും ആവാറുണ്ട്. ഏകദേശം ഇതേ കാര്യം തന്നെയാണ് മാർക്കോയ്ക്കുള്ളതെന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാം. നമ്മളിപ്പോൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. നമ്മുടെ ചിന്താമണി കൊലക്കേസ് സിനിമയിൽ ലാൽകൃഷ്ണയുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലേ, സ്വന്തം സാറിനെ തൻ്റെ മുന്നിൽ വെച്ച് കൊലപ്പെടുത്തുന്നത് കണ്ടപ്പം വളരെ ചെറുപ്പമായിരുന്ന ലാൽകൃഷ്ണയിൽ ലൈഫ് ലോങ് അതൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തു എന്ന സിനിമയെ പറയുന്നുണ്ട്. ഏകദേശം അതുപോലെ തന്നെ മാർക്കോ തൻ്റെ ചെറുപ്പകാലത്ത് തൻ്റെ അമ്മയുടെ കൊലപാതകം തൻ്റെ മുന്നിൽ കണ്ടപ്പോൾ ഉണ്ടായൊരു എഫക്റ്റ് തന്നെയായിരിക്കണം ഈ രക്തത്തിനോടുള്ള അറപ്പ് മാറുക എന്നുള്ളത്. അതുപോലെ ഏത് വിധേനയും തനിക്ക് വേണ്ടപ്പെട്ട ആളുകളെ ആക്രമിക്കാൻ വരുന്നവരെ അല്ലെങ്കിൽ ഉപദ്രവിച്ചവരെ ഏത് വിധേനയും കീഴ്പ്പെടുത്തുക. തൻ്റെ മുന്നിൽ ആര് വന്നാലും അത് ഒരു മര്യാദയ്ക്കൊന്നും തീർക്കുക എന്നുള്ള ചിന്തയൊന്നും നോക്കാതെ ഏത് വിധേനയും അവരെ ഒഴിവാക്കുക എന്നൊരു ചിന്തയും ഒരു നേച്ചറുമെല്ലാം മാർക്കോയ്ക്ക് വരാൻ കാരണവും അത് തന്നെയാണ്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയായിരിക്കും മാർക്കോ പോരാടുന്ന സമയത്ത് മര്യാദയ്ക്കൊന്നുമല്ല, വളരെ ക്രൂരമായിട്ടുള്ള രീതിക്ക് തന്നെ പുള്ളിക്കാരൻ തൻ്റെ പ്രതിയോഗിയെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണ്, കുട്ടിക്കാലത്തുണ്ടായ ഈ ഒരു എഫക്റ്റ്, ആ ഒരു ചോരയോടുള്ള അറപ്പ് പൂർണ്ണമായും മാറിയോണ്ടായിരിക്കും. പിന്നെ മാർക്കോയുടെ നേച്ചറിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഒട്ടും ഭയമില്ലാത്തൊരാളാണ് മാർക്കോ അല്ലേ. മുന്നിൽ ആര് വന്നു നിന്നാലും അവരെന്തെല്ലാം തടസ്സങ്ങൾ മാർക്കോയുടെ മുന്നിൽ ക്രിയേറ്റ് ചെയ്താലും അവരുടെ കയ്യിൽ എന്തൊക്കെ ആയുധങ്ങളുണ്ടെങ്കിലും അതൊന്നും മാർക്കോയ്ക്കൊരു വിഷയമേ ആകുന്നില്ല. ലാസ്റ്റ് നിമിഷം വരെ ഞാൻ പോരാടും എന്നൊരു ചിന്ത മാത്രമേ മാർക്കോയ്ക്കുള്ളൂ. അതിൻ്റെ കാര്യം എന്തെന്നറിയുമോ, മാർക്കോ ഒരിക്കലും ഉണ്ടാകുന്ന സംഭവത്തിൻ്റെ എഫക്റ്റിനെ കുറിച്ച് ചിന്തിക്കാറില്ല. അതായത് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊരു ചിന്തയൊന്നും മാർക്കോയ്ക്കില്ല. ഞാനിത് ചെയ്യും എന്ന് പറഞ്ഞ് ഇറങ്ങിയാണ് മാർക്കോ ചെയ്യാറ്. അതും പല സമയങ്ങളിലും നമ്മൾ ആ ഒരു സിനിമയിൽ കാണാറുണ്ട്. ഇനി ശരിക്കും മാർക്കോ ആരാണ് ആ ഫാമിലിയിൽ? അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ അഡാട്ട് ഫാമിലിയെക്കുറിച്ചൊന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇതും ടൈറ്റിൽ സീക്വൻസിൽ കാണിക്കുന്നുണ്ട്. ഒരു ബ്ലഡ് ലൈൻ, ഒരു ഫാമിലി ട്രീ വരച്ചിട്ട് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഫാമിലി ട്രീ തുടങ്ങുന്നത് ലോർഡ് മാർക്കോ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നാണ്. ലോർഡ് മാർക്കോ അത് നമ്മുടെ ഉണ്ണിമുകുന്ദൻ്റെ കഥാപാത്രമല്ല, അയാൾക്ക് മുമ്പുള്ള ഈ ഒരു അഡാട്ട് ഫാമിലിയുടെ കാരണവരാണ് ഈ ഒരു ലോർഡ് മാർക്കോ എന്ന് പറയുന്നത്, പൂർവികൻ. അപ്പോൾ ഈ ലോർഡ് മാർക്കോ എന്തുകൊണ്ട് ആ പേര് വന്നു? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും പണ്ട് ഈ വെസ്റ്റേൺ ദേശങ്ങളിൽ അരിസ്റ്റോക്രാറ്റിക് ഫാമിലിയിലുള്ള ആളുകളെ, ഈ ഒരു പ്രഭു കുടുംബത്തിലുള്ള ആളുകളെ ലോർഡ് എന്ന് ചേർത്താണ് പേര് വിളിക്കാറ്. അതായത് ഇപ്പോൾ ലോർഡ് മാർക്കോ എന്നാണെങ്കിൽ മാർക്കോ പ്രഭു എന്നാണ് അതിൻ്റെ അർത്ഥം, ലോർഡ് മാർക്കോ. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. അഡാട്ട് ഫാമിലിയുടെ പൂർവികനായിട്ടുള്ള തുടക്കക്കാരനായിട്ടുള്ള ലോർഡ് മാർക്കോ ഒരു കാരണവശാലും ഒരു ഇന്ത്യക്കാരനാവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരുപക്ഷെ സ്വർണ്ണക്കച്ചവടമായിട്ട് വിദേശത്തു നിന്ന് വന്ന ഒരാളായിരിക്കും. അപ്പോൾ ആരാണ്? ബ്രിട്ടീഷുകാരനാണോ? ഒരിക്കലും അല്ല. ബ്രിട്ടീഷുകാരനും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എന്തെന്നറിയോ, ലോർഡ് മാർക്കോയുടെ മകനായിട്ട് കാണിക്കുന്നത് പീറ്റർ ഡി മാർക്കോയാണ്. പീറ്റർ ഡി മാർക്കോയ്ക്ക് 3 മക്കളാണ്. ജോർജ് ഡി പീറ്റർ, അതായത് ശ്രീ സിദ്ദിഖിൻ്റെ കഥാപാത്രം, പിന്നെ വിക്ടർ ഡി പീറ്റർ, ആ വിക്ടറാണ് ഈ ഒരു അനിയൻ പയ്യൻ, പിന്നെ ആൻസി ഡി പീറ്റർ. ഇവിടെ നിങ്ങൾ ഡി ശ്രദ്ധിച്ചായിരുന്നു? ഡി, ആ ഒരു ഡി എന്ന് പറയുന്ന വാക്ക്, ആ പേര് എന്തിനാണ് ഈ ഡി എന്ന് പറയുന്നത് ആ പേരിൽ വന്നിരിക്കുന്നത്? പീറ്റർ ഡി മാർക്കോ, ജോർജ് ഡി പീറ്റർ. പക്ഷേ മാർക്കോയുടെ പേര് മാർക്കോ എന്ന് മാത്രമാണ്. മാർക്കോ ഡി പീറ്റർ എന്നല്ല കൊടുത്തേക്കുന്നത്, വെറും മാർക്കോ. മാർക്കോ ജൂനിയർ എന്നാണ് അയാളുടെ പേര്. അപ്പോൾ ഈ ഒരു ജോർജ് ഡി പീറ്ററിലെ ഡിയും പീറ്റർ ഡി മാർക്കോയിലെ ഡിയുടെയും അർത്ഥം എന്താണ്? സത്യം പറഞ്ഞാൽ ഇതൊരു ഫ്രഞ്ച് പ്രയോഗമാണ്. പണ്ട് ഈ ഫ്രഞ്ച് പ്രഭു കുടുംബത്തിലുള്ള ആളുകളെയും അല്ലെങ്കിൽ ഈ ഒരു ഫ്രാൻസിലോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെയുള്ള ചില ആളുകളുടെ പേരിൽ ഈ ഡി എന്ന് പറയുന്ന വാക്ക് വരാറുണ്ട്. ഈ ഡി എന്ന് പറയുന്ന വാക്ക് സൂചിപ്പിക്കുന്നത് ഫ്രം അല്ലെങ്കിൽ ഓഫ് എന്നാണ്. അപ്പോൾ ജോർജ് ഡി പീറ്റർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പീറ്റർ ഡി മാർക്കോ എന്ന് പറയുമ്പോഴത്തേക്കും മാർക്കോയിൽ നിന്ന് വന്ന പീറ്റർ, അതായത് മാർക്കോയുടെ മകനായ പീറ്റർ, അതാണ് പീറ്റർ ഡി മാർക്കോ. ലോർഡ് മാർക്കോയുടെ മകനായ പീറ്റർ ഡി മാർക്കോ. പീറ്ററുടെ മകനായിട്ടുള്ള ശ്രീ സിദ്ദിഖിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് എഴുതിയിരിക്കുന്നത് ജോർജ് ഡി പീറ്റർ എന്നാണ്. അതായത് ജോർജ് ഫ്രം പീറ്റർ അല്ലെങ്കിൽ ജോർജ് ഓഫ് പീറ്റർ, അതായത് പീറ്ററിൽ നിന്ന് വന്നിട്ടുള്ള ജോർജ്, പീറ്ററിൻ്റെ മകനായിട്ടുള്ള ജോർജ്. വിക്ടർ ഡി പീറ്റർ, പീറ്ററുടെ മകനായിട്ടുള്ള വിക്ടർ. ആൻസി ഡി പീറ്റർ, പീറ്ററുടെ മകളായിട്ടുള്ള ആൻസി. അപ്പോൾ ഒരുപക്ഷെ പണ്ട് കാലത്ത് ഫ്രാൻസിൽ നിന്ന് വന്നിട്ടുള്ള ഒരു സ്വർണ്ണക്കച്ചവടക്കാരനായിരിക്കണം ഈ ലോർഡ് മാർക്കോ എന്ന് പറയുന്നത്.
അയാളിൽ നിന്നാണ് ഈ ഒരു ഫാമിലി, അഡാട്ട് ഫാമിലി വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ടൈറ്റിൽ സീക്വൻസിൽ മാർക്കോയുടെ പേര് മാത്രം ആദ്യം ബ്ലാങ്ക് ആയിട്ടേക്കുന്നത്. എന്നാൽ മറ്റുള്ളവരുടെ പേരെല്ലാം വന്നേക്കുന്ന ഒരു ബ്ലഡ് ലൈനിൽ നിന്നാണ്. അതായത് ലോർഡ് മാർക്കോ എന്ന് എഴുതിയിട്ട് അതിൽ നിന്നൊരു ബ്ലഡ് ലൈനാണ് പിന്നെ പോയിട്ട് പീറ്റർ ഡി മാർക്കോയിൽ കൊടുത്തേക്കുന്നത്. പീറ്റർ ഡി മാർക്കോയിൽ നിന്ന് 3 ബ്ലഡ് ലൈൻ പോയി. 3 ഒന്ന് ജോർജ് ഡി പീറ്റർ, ആൻസി ഡി പീറ്റർ, വിക്ടർ ഡി പീറ്റർ. അത് സൂചിപ്പിക്കുന്നത് ഇവരെല്ലാവരും മാർക്കോയുടെ ബ്ലഡ് തന്നെയാണെന്നാണ്. അതായത് ലോർഡ് മാർക്കോയുടെ ബ്ലഡാണ് പീറ്ററിൻ്റെ ബ്ലഡ് റിലേഷനാണ് ഈ 3 മക്കൾ. പക്ഷേ മാർക്കോ ജൂനിയർ എന്ന് പറയുന്ന ഉണ്ണി മുകുന്ദൻ്റെ കഥാപാത്രത്തിലേക്ക് ബ്ലഡ് ലൈൻ അല്ല പോയേക്കുന്നത്. ലോർഡ് മാർക്കോ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നൊരു ഗോൾഡ് ലൈനാണ് പോയേക്കുന്നത്. അതായത് അതിന് നമുക്ക് 2 അസംഷൻസ് വയ്ക്കാം. ഒരു പക്ഷേ ഈ ഒരു പീറ്റർ എന്ന് പറയുന്നത്, ഈ ഒരു മാർക്കോ എന്ന് പറയുന്നത് ഈ കാരണവരായിട്ടുള്ള ലോർഡ് മാർക്കോയുടെ അതേ ഡിസെൻഡൻ്റ് തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ ഈ ഫാമിലിക്ക് വളരെ പ്രാധാന്യമുള്ള മറ്റൊരാളായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ളവർക്കെല്ലാം ബ്ലഡ് ലൈൻ കൊടുത്തപ്പോൾ മാർക്കോയ്ക്ക് ഗോൾഡ് ലൈൻ കൊടുത്തത്. ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ മാർക്കോ അത്രത്തോളം ആ ഫാമിലിയിൽ പ്രാധാന്യമുള്ള ഒരാളാണ്. ചെറുപ്പത്തിൽ മാർക്കോയ്ക്കുണ്ടായ ആ ഒരു അസഹനീയമായിട്ടുള്ള അനുഭവത്തിൽ നിന്ന് പീറ്റർ ഡി മാർക്കോ വന്നിട്ട് മാർക്കോയെ അവരുടെ കുടുംബത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. സ്വന്തം മകനെ പോലെ പിന്നെ വളർത്തുകയും ചെയ്തു. അപ്പോൾ ഒരു പക്ഷേ ആ ഒരു കൂറും കൂടെ ആ ഫാമിലിയോട് മാർക്കോയ്ക്ക് ഉണ്ടായിരുന്നായിരിക്കണം. ഇനി മാർക്കോയുടെ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെറുപ്പകാലം മുതലേ എല്ലാവരും തന്നെ കുറ്റം പറഞ്ഞതുകൊണ്ട് തന്നെ ആയിരിക്കണം ആ കുറ്റം പറച്ചിലൊന്നും തന്നെ എഫക്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് ഒരു പേഴ്സണാലിറ്റി അയാൾ ക്രിയേറ്റ് ചെയ്തത്. എന്താണ്? ആ കേൾക്കുന്നത് എന്നെ എഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള രീതിക്ക്. കാരണം പലയിടത്ത് വെച്ചും മാർക്കോയെ കുത്തിനോവിക്കുന്ന ആളുകൾ അവരോരോന്ന് കുത്തിനോവിക്കാൻ പറയുമെങ്കിൽ പോലും അത് മാർക്കോയെ വലുതായിട്ട് എഫക്റ്റ് ചെയ്യുന്നില്ല. ടോണി എന്ന് പറയുന്ന ജഗദീഷ് ഏട്ടൻ്റെ കഥാപാത്രം, പുള്ളിയുടെ പെർഫോമൻസിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. ആ കഥാപാത്രം പറയുന്നുണ്ട്, ജോർജിനെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാം, നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാം. പക്ഷെ മാർക്കോയെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റത്തില്ല. മാർക്കോയെ ഒരു കാരണവശാലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒരാൾക്ക് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യണമെങ്കിൽ ഒരു പരിധിക്കപ്പുറം ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നമുക്ക് ആ വ്യക്തിയോടുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ആരോടെന്ത് അറ്റാച്ച്മെൻറ്റ് മാർക്കോയ്ക്ക് തോന്നിയാലും മാർക്കോ തൻ്റെ മനസ്സിൽ വെച്ചേക്കും, എപ്പോൾ വേണമെങ്കിലും ഈ അറ്റാച്ച്മെൻറ്റിനെ എനിക്ക് ഒഴിവാക്കേണ്ടി വരും എന്ന് മാർക്കോ മനസ്സിൽ വെക്കാറുണ്ട്. എന്നാൽ അതൊട്ടും നോക്കാത്തതാണ് മാർക്കോയുടെ ഫാമിലിയിലുള്ള തൻ്റെ 2 സഹോദരന്മാരെടുത്ത്, അല്ലേ? മറ്റുള്ളവർ ആരെടുത്ത് മാർക്കോ ഇടപെട്ടാലും അവരെടുത്ത് ഒരു സൂക്ഷിച്ചും കണ്ട് മാത്രമേ അറ്റാച്ച്മെൻറ്റ് മാർക്കോ മെയിൻറ്റെയിൻ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇങ്ങനെ പറയാനുള്ളൊരു കാരണമുണ്ട്. നമ്മൾ ടീസറിൽ കേട്ടിട്ടുണ്ട്, മാർക്കോയുടെ മുന്നിൽ സംസാരിക്കുമ്പോൾ ഓരോ വാക്കുകൾക്കും എണ്ണം വേണമെന്ന്. അപ്പോൾ ഇങ്ങനെ പറയാനുള്ള കാര്യം എന്തെന്നറിയോ? അത് മാർക്കോയെ ഭയമായതുകൊണ്ട് മാത്രമല്ല, സൂക്ഷിച്ചും കണ്ടും അയാളോട് സംസാരിച്ചില്ല എങ്കിൽ ഇവർ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കത്തില്ല എന്നും ഇവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അത് മാർക്കോയുടെ ഒരു വലിയ പ്രത്യേകതയാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും ഇയാളുടെ പോരാട്ടം. ഇയാൾ പോരാടുന്ന സമയത്ത് എതിരെ നിൽക്കുന്നവർ മനുഷ്യരാണെന്നുള്ള ചിന്ത പോലും ഇല്ലാതെയാണ് ഇയാളിതിൽ കിടന്ന് പോരാടുന്നത്, ഈ ഒരു കഥാപാത്രം. അപ്പോൾ ഇത് ഇത്രയുമാണ് മാർക്കോയുടെ ഒരു ക്യാരക്ടർ അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം പറയട്ടെ, ഈ ഒരു സിനിമയിലെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ബിൽഡിങ് അന്യായമാണ്. അന്യായം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സിനിമയിലെ വില്ലൻ ക്യാരക്ടറിനെ എടുത്തിട്ട് ആ ക്യാരക്ടറിന് വേണ്ടി ഒരു സ്റ്റാൻഡ് അലോൺ സിനിമ ഉണ്ടാക്കുന്നത്, സ്റ്റാൻഡ് അലോൺ സിനിമയിൽ നിന്നൊരു ഫ്രാഞ്ചൈസ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ഈ സിനിമയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. സിനിമ കണ്ടവർ മാത്രമേ ഈ വീഡിയോ കാണുന്നുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സിനിമ കണ്ടവർ മാത്രം കാണുക, അല്ലാത്തവർ സിനിമ കണ്ടതിന് ശേഷം വന്ന് കാണുക. അപ്പോൾ ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയിലെ ആ ഒരു എന്താ പറയുക, സ്റ്റോറിയുടെ വേൾഡ് ഉണ്ടല്ലോ, ഈ സ്റ്റോറി നടക്കുന്ന സ്ഥലം, അത് സെറ്റ് ചെയ്തേക്കുന്നത് ഗംഭീരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം ഇതിൽ ജഗദീഷ് ഏട്ടൻ്റെ കഥാപാത്രം ഇരിക്കുന്ന സ്ഥലങ്ങളിലും ഇവർ മീറ്റിംഗ് കൂടുന്ന സ്ഥലം, അതായത് ഈ ഒരു ഗോൾഡ് ബിസിനസ് ചെയ്യുന്ന ആളുകളെല്ലാവരും കൂടെ മീറ്റിംഗ് കൂടുന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തുമല്ല ഒരു ലോഗോ കാണുന്നുണ്ട്. ആ ലോഗോയുടെ തൊട്ട് താഴെ ഗബ്രാസ് 616 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഗബ്രാസ് 616. അതിൽ പക്ഷേ ഇവരുടെ സിൻഡിക്കേറ്റ് ആയിരിക്കണം. ഇവർ ഫോം ചെയ്തേക്കുന്ന ഈ ഒരു ഗോൾഡ് ബിസിനസ്സിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സിൻഡിക്കേറ്റ് ആയിരിക്കണം ഈ ഒരു ഗബ്രാസ് 616 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു പക്ഷേ ജഗദീഷ് ഏട്ടൻ്റെ മാത്രം കമ്പനിയും ആയിരിക്കാം. അതായത് ഈ ഒരു ടോണി എന്ന് പറയുന്ന വ്യക്തിയുടെ കമ്പനി മാത്രമായിരിക്കാം.
പക്ഷേ ഇതിൽ പലയിടങ്ങളിലും സിൻഡിക്കേറ്റ് എന്ന് പറയുന്നൊരു വാക്കും ഇവർ ഗ്രൂപ്പായിട്ടൊരു മീറ്റിംഗ് കൂടുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഗബ്ര 616 എന്ന് പറയുന്ന സാധനത്തിന് അത്രയും പ്രാധാന്യം ഈ സിനിമയിൽ വരുന്നുണ്ട്. ഏകദേശം അതുപോലെ ഈ ഒരു സിനിമ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള എലമെൻറ്റുകൾ ഈ സിനിമയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതെന്ന് പറയുമ്പോഴത്തേക്കും നല്ല വിഷണറി ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് റൈറ്റർക്കും ഡയറക്ടർക്കും ഒക്കെ മാത്രം പറ്റുന്ന കാര്യമാണ്. അതിൽ ഈ ഒരു ഡയറക്ടറിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം ഗംഭീരമായിട്ടാണ് ഇതിൻ്റെ ഈ ഒരു സിനിമയുടെ ലോകം ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ മാർക്കോ എന്ന് പറയുന്ന കഥാപാത്രത്തിന് ഇത്രയും പ്രത്യേകത കൂടാനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പ്രൊട്ടക്ടർ ക്യാരക്ടറാണ്. എപ്പോഴും ഒരു പ്രൊട്ടക്ടർ ക്യാരക്ടർ എന്നൊരു പ്രത്യേകത നമുക്ക് എപ്പോഴും തോന്നാറുണ്ടല്ലേ. ഇപ്പോൾ രാമായണത്തിലേക്ക് പോവുകയാണെങ്കിൽ ശ്രീരാമനും സീതാദേവി ഇവരുടെ പ്രൊട്ടക്ടറായിട്ട് നിന്ന ആളായിരുന്നു ആര്? ലക്ഷ്മണൻ. പിന്നീട് ഹനുമാനും വന്നു. ഇതുപോലെ മഹാഭാരതത്തിലേക്ക് പോകുമ്പോഴും പ്രൊട്ടക്ടർ ക്യാരക്ടറുണ്ട്. ഇതുപോലെ നമ്മൾ പല ഇതിഹാസങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെയെല്ലാം ഇതുപോലൊരു പ്രൊട്ടക്ടർ ക്യാരക്ടറുണ്ട്. ഈ പ്രൊട്ടക്ടർ ക്യാരക്ടേഴ്സിന് എപ്പോഴും ഒരു പവറുണ്ട്, നമുക്കൊരു താല്പര്യവും തോന്നാറുണ്ട്. ഇനി മറ്റൊരു കാര്യം എടുത്തു പറയുകയാണെങ്കിൽ മാർക്കോ എന്ന് പറയുന്ന കഥാപാത്രത്തെ പോലെ ഇപ്പം മാർക്കോയെക്കാട്ടിയും കുറച്ച് കൂടുതലാവുന്നെങ്കിലേ ഉള്ളൂ അതുപോലൊരു കഥാപാത്രം നമ്മുടെ മഹാഭാരതത്തിലുണ്ട്. മഹാഭാരതത്തിൽ പാണ്ഡവർ 5 പേരുണ്ടെങ്കിൽ ആ പാണ്ഡവരുടെ കവചമായിട്ട് നിന്നിരുന്നത് ഒരാളായിരുന്നു ഭീമസേനനായിരുന്നു പാണ്ഡവരുടെ പ്രൊട്ടക്ടർ. ഇപ്പം അർജുനൻ അത്രത്തോളം കഴിവുള്ള ആളാണ്, ഒരുപാട് അറിവുള്ള ആളാണെങ്കിൽ പോലും പാണ്ഡവരെ പറഞ്ഞിരുന്നത് ഭീമസേനനാൽ സംരക്ഷിക്കപ്പെട്ട പാണ്ഡവരെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പല സമയങ്ങളിലും പാണ്ഡവരെ വീക്കാക്കാനായിട്ട് ഭീമനെ തട്ടാൻ ശ്രമിച്ചത്, പക്ഷെ നടന്നിട്ടില്ല. ഇതിൻ്റെ കാര്യം എന്തെന്ന് വെച്ചാൽ അർജുനൻ എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര എന്താ പറയുക, മുമ്പതിക്കുന്ന ആളുകളോട് സഹതാപം തോന്നുക, അങ്ങനത്തെ പല സ്വഭാവങ്ങളും അർജുനന് വരാറുണ്ട്. ഈ ഒരു ഗുഡ് ബോയ് സ്വഭാവം അർജുനന് വരാറുണ്ട്. യുധിഷ്ഠിരൻ എന്ന് പറയുമ്പോൾ എവറിത്തിങ് സ്ട്രൈറ്റ് ഫോർവേഡ്, ധർമ്മം എന്ന് മാത്രം. ഭീമൻ അങ്ങനെയൊന്നുമില്ല. ഭീമൻ അങ്ങനെ ഒന്നും തന്നെയില്ല. ഭീമൻ താൻ സ്നേഹിക്കുന്ന ആളുകളെ ഏവനെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവനെ വലിച്ചു കീറുക എന്നൊരു ചിന്ത മാത്രമേ ഭീമന് വരാറുള്ളൂ. ഇനി മറ്റൊരു കാര്യം, നമ്മൾ ഈ ക്രൂരതയെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും നമ്മുടെ മാർക്കോ എന്ന് പറയുന്ന കഥാപാത്രം സിനിമയിൽ ഈ ഒരു മാർക്കോ എന്ന് പറയുന്ന സിനിമയിൽ ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ കാണുന്നുണ്ടല്ലേ. പക്ഷെ ഒരു കാര്യം പറയട്ടല്ലോ, വ്യാസമഹാഭാരതത്തിൽ ഭീമസേനൻ യുദ്ധഭൂമി കിടന്ന് കാണിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഇതൊന്നും തന്നെ നമുക്ക് സീരിയലിലോ സിനിമയിലോ കാണിക്കാൻ പറ്റത്തില്ല. അമ്മാതിരി ക്രൂരതയാണ് അയാൾ യുദ്ധഭൂമി കാണിച്ചിട്ടുള്ളത്. എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പം തേരിൽ നിന്ന് പോരാടുന്ന യോദ്ധാക്കൾ മെയിനായിട്ട് ചെയ്യുന്ന എന്താണെന്നറിയോ? എതിരെ നിൽക്കുന്ന ശത്രുവിനെ തേരിൽ നിന്ന് ഇറക്കാനേ ശ്രമിക്കാറുള്ളൂ. പക്ഷേ ഭീമസേനനെ ആളുകൾ തേരിൽ നിന്ന് ഇറങ്ങാൻ സമ്മതിക്കാറില്ല. കാരണം പുള്ളിക്കാരൻ ഈ തേരിൽ നിന്ന് പോരാടുന്നതിനെക്കാട്ടിയും തറയിലിറങ്ങി ഗത വെച്ച് പോരാടുന്നതാണ് ഇഷ്ടം. ഗതയും കയ്യും ഒക്കെ വെച്ചാണ് ഏറ്റവും കൂടുതൽ പുള്ളിക്കാരൻ പോരാടിയിട്ടുള്ളത്. കാരണം വ്യാസമഹാഭാരതത്തിൽ ഭീമസേനൻ തേരിൽ നിന്നിറങ്ങി ഭൂമിയിൽ നിന്ന് പോരാടിയ സമയങ്ങളിൽ, അതിൽ ചില സമയങ്ങളിൽ ആ ഒരു യുദ്ധക്കളത്തെക്കുറിച്ച് പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ്: ഭീമൻ നിന്ന് പോരാടിയ അത്ര സ്ഥലങ്ങളും ചതുപ്പ് പോലെയായെന്ന്. ഈ ചതുപ്പ് വെള്ളം കൊണ്ടല്ല ചതുപ്പായത്, ചുമന്നൊരു സാധനമുണ്ടല്ലോ, അതുകൊണ്ടാണ് ചതുപ്പായത്. അപ്പം നമുക്ക് ഊഹിക്കാം എത്രത്തോളം ക്രൂരമായിട്ടുള്ള പോരാട്ടമായിരുന്നു ഭീമൻ ചെയ്തിരുന്നതെന്ന്. ഇനി മറ്റൊരു കാര്യം കൂടെ പറയണം. ഇയാളുടെ ക്രൂരത എന്താണെന്ന് അറിയണമെങ്കിൽ ദുശാസനൻ്റെ വധം മാത്രം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഈ ദുശാസന വധ സമയത്തുണ്ടല്ലോ, ഈ വധം കഴിഞ്ഞതിന് ശേഷം ഭീമൻ നിന്ന് അലറുന്നൊരു സീനുണ്ട്. അത് കണ്ടിട്ട് ഭീമൻ മനുഷ്യനല്ല രക്ഷസാണെന്നും പറഞ്ഞ് പല ആളുകളും പേടിച്ചോടുന്നുണ്ട്. ഇയാൾ പോരാടുന്ന സമയത്ത് ആർക്കും അടുത്തോട്ട് പോകാൻ പോലും ധൈര്യം തോന്നാറില്ല. അല്ലെങ്കിൽ അത്രയും കിടികെട്ടിയ മഹാരഥന്മാർ മാത്രമേ അടുത്തോട്ട് പോകാറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനൊരു കഥാപാത്രം ഇതിഹാസത്തിലും ഉണ്ടായിരുന്നു, എ പ്രൊട്ടക്ടർ, എ ലീത്തൽ പ്രൊട്ടക്ടർ. അപ്പോൾ ഒരവസരം കിട്ടിയപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മാർക്കോ എന്ന പവർഫുൾ ക്യാരക്ടറിൻ്റെ ക്യാരക്ടർ അനാലിസിസ്. പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ NFOയുടെ കാര്യം മറക്കണ്ട. ഈ മാസം 16 വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സിന് പുറമെ 80C പ്രകാരവും 1010D പ്രകാരവുമുള്ള ടാക്സ് ബെനിഫിറ്റ്സും അവൈലബിൾ ആണ്. ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് കയറി നോക്കുക, വായിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് മാർക്കോ എന്ന ക്യാരക്ടറിൻ്റെ ചില വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നത് വരെ